നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജംഗ്ഷനിലാണ്. വെളുപ്പിനെ ഇപ്പം 4:30 സമയം. നമ്മളിന്ന് പോകാൻ പോകുന്നത് പുനലൂർ ചെങ്കോട്ട തെങ്കാശി വഴി നാന്ദേഡ് വരെ പോകുന്ന, മഹാരാഷ്ട്രയിലെ നാന്ദേഡ് വരെ പോകുന്ന കൊല്ലം നാന്ദേഡ് ശബരിമല സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ശബരിമല സ്പെഷ്യലിൽ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മളൊരു വെറൈറ്റി റൂട്ടാണ് പിടിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും ചെങ്കോട്ട വഴി പോകുന്നൊരു ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ അത് വെളുപ്പിന് 5:40 ഇവിടെ വിടുന്നത് കൊല്ലത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ 2 വീഡിയോ ഉണ്ട്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോകുന്ന കൊല്ലം നാന്ദേഡ് ശബരിമല സ്പെഷ്യൽ ലോക്കോ നിങ്ങൾ കണ്ട ഒരു WP7 ലോക്കോ ആണ്. സാധാരണ ഈ ശബരിമല സ്പെഷ്യൽ ട്രെയിനുകൾക്കൊക്കെ WP7 കൊടുക്കുന്നതൊക്കെ റെയറാണ്. അപ്പോൾ ഈ ലോക്കോ ശരിക്കും എവിടം വരെ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലോക്കോ, WP7 30393. ഇതൊരു LHB വണ്ടിയാണ് കേട്ടോ. ഫുൾ LHB ആണ്. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. പണ്ടൊക്കെ ശബരിമല സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാം ICF കോച്ചുകളായിരിക്കും, പഴയ കോച്ചുകളായിരിക്കും. പക്ഷേ ഇപ്പോൾ എല്ലാം LHB കോച്ചുകളാണ് കേട്ടോ. വളരെ കുറച്ച് സ്പെഷ്യൽ ട്രെയിൻ മാത്രമേ ഇപ്പോൾ ICF വെച്ച് ഓടുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ഇതിൻ്റെ AC 2 ടയറിനാണ്. അത് ഏറ്റവും ബാക്കിലാണ് കേട്ടോ. ഇവിടെ ഏറ്റവും ഫ്രണ്ടിൽ സ്ലീപ്പറാണ് വരുന്നത്. ഇതാകെ 4 സ്ലീപ്പറേ ഉള്ളൂ, ബാക്കിയെല്ലാം AC കേട്ടോ. 4 സ്ലീപ്പറും ബാക്കിയെല്ലാം AC കേട്ടോ. കണ്ടേ അയ്യപ്പന്മാരൊക്കെ വരുന്നുണ്ട്, മാലയൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കുന്നുണ്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ ഉള്ള മാലയാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മാല എടുത്തില്ലല്ലോ. ഇത് കണ്ടോ, പഴയ ദുരന്തോടെ കോച്ച് കേട്ടോ. ഇതൊക്കെ LHB ആണ് കേട്ടോ, പഴയ ദുരന്തോടെ. നേരത്തെ ദുരന്തോയ്ക്ക് ഈ കളറ് കോച്ചാണെന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നും ഇല്ല. ഈ ഈസ്റ്റേൺ റെയിൽവേയുടെ ഏതൊക്കെ കോച്ചൊക്കെ അതൊക്കെ ഉണ്ടാ അടിപൊളിയിൽ. ഇതിനൊക്കെ സ്ലീപ്പറിന് ഇവിടുത്തെ ആൾ കയറി ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പക്ഷേ AC അങ്ങനെയല്ല, AC ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈ 4 സ്ലീപ്പർ ഇത്രേ ഉള്ളൂ. പിന്നെ AC 3 ടയറും AC 2 ടയറാണ് വരുന്നത് കേട്ടോ. ഇവിടെ നല്ല അയ്യപ്പന്മാരാണ് കയറിയിരിക്കുന്നത്. ഇത് വെളുപ്പിന് 3:30 എത്തിയ വണ്ടി കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ 2 മണിക്കൂറുള്ളൂ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 5:40 പുറപ്പെടുമല്ലോ. അപ്പോൾ 2 മണിക്കൂറുള്ളൂ. അപ്പോൾ അവരുടെ വേഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതിന് 8 3 ടയർ ഉണ്ട് കേട്ടോ. B8 വരെയുണ്ട്. B8 പിന്നെ A1 A2. നമ്മുടെ കോച്ച് ഇതാണ് കേട്ടോ. 2020 ഉണ്ടാക്കിയ ഒരു സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഒരു കോച്ചാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബർത്തുള്ളത്, A1. കോച്ചൊക്കെ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ സൈഡ് ലോവർ ബർത്താണ് 41. ഇവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. എവിടെ ഇത്? ഇവിടെ ആണോ? ഇവിടെ കേട്ടോ. ഇവിടെ ഇതാണ് സൈഡ് ലോവർ. നമ്മുടെ ഇത് കണ്ടോ, ഇളകി പറഞ്ഞിരിക്കുന്നുണ്ടോ? അതൊക്കെ ഇതുമല്ല ഇവിടെ ഈ സൈഡ് ലോവർ കിട്ടുന്ന ആൾക്കാരുടെ അവസ്ഥ. വാഷ്റൂമൊക്കെ ഭയങ്കര ശോകം കേട്ടോ. എൻ്റെ ദൈവമേ പോരാ. ഇത് കഴുകിയെന്ന് തന്നെ ആർക്കറിയാം. നോക്ക്, കിടക്കുന്ന കിടപ്പ് കണ്ടോ, കഴുകിയിട്ടില്ല ഇത്. ഇതിൻ്റെ ടൈമിങ് കോമഡി കേട്ടോ. ഇത് 5:40 കൊല്ലത്തുനിന്ന് എടുക്കുന്നത്. ഇതിന് കൊല്ലത്തുനിന്ന് പുനലൂർ വരെ പോകാൻ വേണ്ടി 3 മണിക്കൂർ 40 മിനിറ്റാണ് കൊടുത്തേക്കുന്നത്. അറിയോ, ഇവിടെ നിന്ന് ശരിക്കും 1 മണിക്കൂർ മതി. 5:40 എടുത്താൽ നമുക്കൊരു 7 മണിക്കുള്ളിൽ പുനലൂർ എത്താം. അപ്പോൾ ഇതിന് കഴിഞ്ഞ ആഴ്ച വരെ കൊല്ലം പുനലൂർ സെക്ഷനിൽ ഒരിടത്ത് പോലും സ്റ്റോപ്പില്ലായിരുന്നു. അപ്പോൾ ഈ ടൈം കൊടുത്തിട്ടുള്ളതുകൊണ്ട് മറ്റേ കുണ്ടറയിലും കൊട്ടാരക്കരയിലും ആവണീശ്വരത്തൊക്കെ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പം. എന്നിട്ടും കാര്യമില്ല, എന്നാലും 1 മണിക്കൂറും കൊണ്ട് എത്തും. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം പുനലൂർ വെറുതെ കിടക്കും. അറിയോ, അതുപോലെ ടൈമാണ് കൊടുത്തേക്കണം. പോരെ, സ്ലാബ് ടൈം ഇഷ്ടം പോലെ എഴുതുന്നുണ്ട് ഇതിന്. ഇന്നലെ ഈ വണ്ടി തിരിച്ച് വരാൻ നേരത്ത് ഈ വണ്ടി 3-3.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അത് ലാസ്റ്റ് മധുരയൊക്കെ എത്താറായപ്പോഴും ഓൺ ടൈം ആയി. പോരെ, അതുപോലെ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇഷ്ടം പോലെ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. സ്ലാക്ക് ടൈം എന്ന് വെച്ചാൽ എക്സ്ട്രാ ടൈം കേട്ടോ. അപ്പോൾ ഈ കൊല്ലം പുനലൂർ സെക്ഷനിൽ എന്താണ് അത്രയും ടൈം കൊടുത്തതെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് അതായത് കൊല്ലത്തേക്ക് വരുമ്പോൾ ലേറ്റ് ആയാലും ഇവിടെ നിന്ന് പോകുമ്പോൾ റീഷെഡ്യൂൾഡ് ആവുമല്ലോ. അപ്പം ആ ഒരു ടൈം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവർ അത്രയും ടൈം അവിടെ കൊടുത്തേക്കണം. പോരെ, എന്തു പറയാ. അപ്പോൾ ഇത് ചില ദിവസങ്ങളൊക്കെ ഇവിടെ നിന്ന് താമസിച്ചാണ് വിടുന്നത്. ഒരു 6-6:15 ആകുമ്പോഴാണ് വിടുന്നത്. എന്നാലും ഇത് നേരത്തെ എത്തും. നമുക്ക് എങ്ങനെയാണെങ്കിൽ പുനലൂർ പോയിട്ട് ടൗണിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരാനുള്ള സമയമുണ്ട്. ഈ ഒരു സ്പെഷ്യൽ ജാനുവരി 18 വരെയാണ് സർവീസ് നടത്തുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ തോട്ടത്തില്ല. കാരണം ഇത് ശബരിമല സ്പെഷ്യലാണ്. ശബരിമല സീസൺ ആ സമയത്ത് കഴിയുമ്പോഴേക്കും ഇത് നിർത്തും, ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് AC-ലൊക്കെ കൂടുതൽ ആൾക്കാർ കയറുന്നത് മധുരയിൽ നിന്നാണ് കേട്ടോ. മധുരൈ ട്രിച്ചി എന്നൊക്കെയാണ്. അപ്പോൾ മധുര വരെ കാലിയാണ്. എൻ്റെ ഇവിടെ എല്ലാം മധുരയിൽ നിന്ന് കാച്ചിഗുഡ വരെയാണ് ആൾക്കാരുള്ളത്. അപ്പോൾ ഈ വണ്ടി പോകുന്നത് നമ്മുടെ പുനലൂർ ചെങ്കോട്ട വഴി മധുരയിൽ പോവും. അവിടെ നിന്ന് ട്രിച്ചി തിരുവണ്ണാമല വഴിയാണ് ഇത് കാട്ട്പാടി ചെല്ലുന്നത്. എന്നിട്ട് കാട്ട്പാടിയിൽ നിന്ന് തിരുപ്പതി വഴി റണികുന്ത പിന്നെ ഗുത്തി കർണൂൽ വഴിയാണിത് കാച്ചിഗുഡ ചെല്ലുന്നത്. അവിടെ നിന്ന് നിസാമാബാദ് വഴിയാണ്
ഇത് നാന്ദേത് പോകുന്നത്. ഞാൻ നാന്ദേത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ ഇതിലായിട്ട് നാന്ദേത് പോയിട്ടില്ല. അപ്പോൾ നാന്ദേത് നമ്മുടെ വ്ളോഗിൽ ആദ്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ നാന്ദേത് എന്ന സംഭവം എന്ന് വെച്ചാൽ നാന്ദേത് മഹാരാഷ്ട്രയിലാണ്. നാന്ദേത് സിഖുകാരുടെ ഒരു മെയിൻ ഒരു തീർത്ഥാടന സ്ഥലമാണ്. അപ്പോൾ ഈ സിഖുകാരുടെ ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അവസാന ദിവസം സ്പെൻഡ് ചെയ്തത് നാന്ദേതിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പുണ്യ സ്ഥലമാണ്. അവരുടെ 5 പുണ്യ സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഈ നാന്ദേത്. അപ്പോൾ ഈ പഞ്ചാബിൽ നിന്നും അങ്ങോട്ടേക്കൊക്കെ ഇഷ്ടംപോലെ ട്രെയിൻസ് അങ്ങോട്ടേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും. അപ്പം അതിലെ ഒരു ട്രെയിനാണ് സച്ച്ഖണ്ഡ് എക്സ്പ്രസ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണ്. മറ്റേ ഡൽഹിയിൽ നിന്ന് ഫുഡ് കയറ്റുന്ന വണ്ടി നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന വണ്ടി, അത് ഈ നാന്ദേതിന് വിടുന്ന വണ്ടിയാണ്. നമ്മുടെ വണ്ടിയുടെ വാഷ്റൂം ഒക്കെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ അവർ ക്ലീൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്റ്റേഷനിലെ ക്ലീനിങ് സ്റ്റാഫാണ് അത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോച്ചിന് അവിടെ കയറുന്ന അവിടെ തന്നെ ഒരു സംഭവം കണ്ടോ. ഈ കോച്ച്, നമ്മളുള്ള കോച്ച് സെക്കന്ദരാബാദ് മുംബൈ LTT ദുരന്തോയ്ക്ക് ഓടിയ കോച്ചാണ്. ഇത് കണ്ട എനിക്ക് സെക്കന്ദരാബാദ് ലോക്മാന്യ തിലക് ദുരന്തോടെ ആ ഒരു നെയിം പ്ലേറ്റ് വെച്ചേക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് ആ വണ്ടിക്ക് ഓടിയ ചെയ്ത ഒരു 2 ടയറാട്ടോ നമ്മുടെ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ലോക്കോയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ലോക്കോ റോയപുരത്തിൻ്റെ ഒരു WP7 ആണ്. അപ്പോൾ ഇത് നാന്ദേതെന്ന് കൊടുത്തുവിടാൻ ചാൻസ് ഇല്ല. ഇത് കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പും ഒക്കെ ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് നാന്ദേതെന്ന് കൊടുത്തുവിടുന്ന ലോക്കോ ഒരു ഗുഡ്സ് ലോക്കോ ആയിരിക്കും മിക്കപ്പോഴും. ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ചെങ്കോട്ടയിൽ ഊരിയിട്ട് ചെങ്കോട്ടിന് ഏതെങ്കിലും ഒരു AEB ഉള്ള ലോക്കോ, WP4 WP7 ആണ് കൊടുത്തുവിടുന്നത്. AEB എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് എന്ന സിസ്റ്റമാണ്. അത് ഈ ഗാർഡ് സെക്ഷനിൽ, ഈ ഒരു ഗാർഡ് സെക്ഷനിൽ സ്പീഡ് 30 km/h ആണ്. അപ്പോൾ ഈ 30 കൂടാതെ വണ്ടിയെ പിടിച്ച് നിർത്തി ഒരു സിസ്റ്റം ഉണ്ട് അതിന്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സിസ്റ്റം ഉള്ള ലോക്കോ മാത്രമേ വിടത്തുള്ളൂ. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ WP7ഉം WP4ഉം ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പം നാന്ദേതെന്ന് കൊടുത്തു വിടുന്ന ലോക്കോയ്ക്ക് അത് കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചെങ്കോട്ട വെച്ച് ഒരു ഊരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ WP7 മിക്കവാറും ചെങ്കോട്ടയിൽ ഊരും, എന്നിട്ട് അവിടെ നിന്ന് നാന്ദേതെന്ന് കൊടുത്തു വിട്ട ലോക്കോ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അങ്ങനെയാണ് നോർമലി നടക്കാറ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് end to end നാന്ദേത് വരെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. WP7 അല്ലേ, വേഗം പോവും. പക്ഷേ G9 ആണെങ്കിൽ 90-100 ആ റേഞ്ചേ പോകത്തുള്ളൂ, അതിൽ കൂടുതൽ പോകത്തില്ല. നമ്മുടെ കൊല്ലം നാന്ദേട് ശബരിമല സ്പെഷ്യൽ അങ്ങനെ 8 മിനിറ്റ് ലേറ്റായിട്ട് ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. ഇത് എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, അതുകൊണ്ട് സീനിൽ ഇഷ്ടംപോലെ ടൈം എടുത്തിട്ടുണ്ട്. 5:48 നമ്മൾ കൊല്ലത്ത് നിന്ന് എടുത്തു കേട്ടോ. ഈ സ്പെഷ്യൽ ട്രെയിനുകളുടെ കോച്ച് LHB ആണെങ്കിൽ അത്ര മെയിൻറ്റൈൻഡ് ഒന്നുമല്ല. അല്ലെങ്കിൽ ഈ നാന്ദേത് ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടികളിലൊക്കെ അവസ്ഥ ഭയങ്കര ശോകമെന്ന് കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ബർത്തൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ താഴെ, ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. അതാണ് ഒരു കോച്ചിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ 5:40 കൊല്ലത്ത് നിർത്താൽ നാളെ രാത്രി 9:30, അതായത് ഞായറാഴ്ച രാത്രി 9:30ക്കാണ് ഇത് നാന്ദേട് എത്തേണ്ടത്. പക്ഷേ ഇത് എപ്പോൾ എത്തും നമുക്കൊന്ന് കണ്ടറിയണം, കാരണം സ്പെഷ്യൽ ട്രെയിൻ അല്ലേ. അപ്പോൾ ഇത് ഓൺ ടൈം ഏകദേശം കാട്ട്പാടി വരെ ഓൺ ടൈം ഓടും. അവിടെ നിന്നാണ് പിന്നെ ഇത് ലേറ്റ് ആകാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ അതിന് മുമ്പത്തെ ആഴ്ചത്തെയൊക്കെ ട്രെൻഡ് നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഈ വണ്ടി മിക്കപ്പോഴും രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ചില ദിവസങ്ങളിൽ 9:50 എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസവും രാത്രി 1:30, 1:50, 2 മണിക്ക് വരെ എത്തിയിട്ടുണ്ട്, അറിയോ ഈ വണ്ടി. ഇപ്പം നമ്മുടെ വണ്ടിയിൽ ആരുമില്ല കേട്ടോ. അങ്ങേറ്റത്തെങ്ങാണ്ട് 2-3 പേരുണ്ടെന്ന്, വേറെ ആരുമില്ല, കാലിയാണ് കേട്ടോ. ഒറ്റ മനുഷ്യന്മാരില്ല, എല്ലാവരും മധുരയൊക്കെ ആകുമ്പോഴേ കയറത്തുള്ളൂ. ഇതിനകത്ത് ബെഡ്ഷീറ്റ് കൊടുക്കാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു. അറ്റൻഡർമാരൊന്നും കാണുന്നില്ല, എവിടെ പോയോ എന്തോ. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട നാന്ദേത് ഡിവിഷൻ നോക്കിയേ, വേറെ എങ്ങും ഇവിടെ എങ്ങും ബെഡ്ഷീറ്റ് ഇല്ല. നമ്മുടെ നാന്ദേട് സ്പെഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ എത്തിയിരിക്കുകയാണ് കുണ്ടറ കേട്ടോ. ഇവിടെ കുണ്ടറയിൽ ക്രോസിംഗ് ഉണ്ടോ, നമ്മുടെ കൊല്ലം മേലോട്ട് ക്രോസിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് അതിന് പോകത്തുള്ളൂ. ഇതിന് കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 2-3 ദിവസം മുമ്പാണ് ഇവിടെ സ്റ്റോപ്പൊക്കെ കൊടുത്തത്, കുണ്ടറയിലും കൊട്ടാരക്കരയിലും ആവണീശ്വരത്തും. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നിർത്തുന്നത് കേട്ടോ ഈ വണ്ടി. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മുടെ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട്, അതായത് കൊട്ടാരക്കര ഭാഗത്തേക്കൊക്കെ വരുന്ന റെയിൽവേ ലൈൻ എല്ലാം മധുരൈ ഡിവിഷൻ്റെ കയ്യിലാണ് കേട്ടോ. കേരളമാണെങ്കിലും ഡിവിഷൻ മധുരൈ ഡിവിഷനാണ്, ട്രിവാൻഡ്രം ഡിവിഷനല്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം മധുരൈ ഡിവിഷൻ്റെ സ്റ്റാഫാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ 16101 താമ്പരം കൊല്ലം മെയിൽ കണ്ട് വരുന്നുണ്ട് കേട്ടോ.
ഈയിടെ LHB നമ്മുടെ കൊല്ലം മേലാണ്. ഞാൻ ഈ വണ്ടിയിൽ ജാനുവരിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. മണ്ഡലകാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ വണ്ടിയിൽ ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ ഇന്നത്തെ ലോക്കോ പൂനെ ഷെഡിന് WP7 ആണ്. സ്ലീപ്പറിലൊക്കെ ഫുള്ള് മാലയാണ് കണ്ടോ, ഫുള്ള് പൂമാലയാണ് കണ്ടോ. ഏപ്പന്മാർ വന്നതാണ്, മിക്കവാറും പുനലൂരൊക്കെ ആയപ്പോൾ ഇറങ്ങി കാണും എല്ലാവരും. എല്ലാം നല്ല കിടിലം കോച്ചാണ്, എനിക്ക് അടിപൊളി കോച്ചാണ്. അകത്താണെങ്കിലും കിടുവാണ്. രണ്ടിൻ്റെ ലോക്കോ WP7 ആണ്ട് വിടല് കണ്ടോ, എനിക്ക് അടിപൊളി. നമ്മളങ്ങനെ കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. ഈ റൂട്ടിൽ കൂടെ മഹാരാഷ്ട്രയിലേക്ക് ഓടുന്ന ആദ്യത്തെ ട്രെയിൻ കൂടാണ് ഈ ഒരു കൊല്ലം നാന്ദേട് സ്പെഷ്യൽ കേട്ടോ. അതും കൂടെ ഓർക്കണം. റിസർവേഷനിലൊന്നും ആരും കയറിയിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം ജനറലിൽ മാത്രമേ ആൾക്കാർ കയറിയിട്ടുള്ളൂ. വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പച്ച കിടക്കുകയാണ്. മിക്കവാറും പുനലൂർ പോയിട്ട് 2-2.5 മണിക്കൂർ കിടക്കേണ്ടി വരും. സ്പെഷ്യൽ എങ്ങനെ 6:45 ആവണീശ്വരം സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു ക്രോസിംഗ്, പുനലൂർ കന്യാകുമാരി പാസഞ്ചർ ഇല്ലേ, അത് കണ്ട് ഇവിടെ വരും ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ. അത് വന്നിട്ട് ഇത് പോകത്തുള്ളൂ കേട്ടോ. പുനലൂർ കന്യാകുമാരി പാസഞ്ചറാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിക്ക് ഭയങ്കര തിരക്കുള്ളൊരു വണ്ടിയാണ്, നല്ല പെട്ടെന്ന് പോകുന്നൊരു വണ്ടിയാണ്. നമ്മളെടുത്ത് അതെടുത്ത് നല്ല പെട്ടെന്ന് പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ. അത് സ്റ്റോപ്പൊക്കെ അത്രയ്ക്കില്ലേ, പാസഞ്ചർ ആണെങ്കിലും അത്ര സ്റ്റോപ്പൊന്നും ഇല്ലേ വണ്ടിക്ക്. നമ്മളങ്ങനെ 6:57 ആയപ്പോഴേക്കും പുനലൂർ ഒന്ന് കയറി. ഇനി ഇവിടെ നിന്ന് എടുക്കുന്നത് 9:25, അതായത് 2.5 മണിക്കൂർ. ഇനി ഇവിടെ പോസ്റ്റ് വരെ 2.5 മണിക്കൂർ, അത്രയും നേരം ഇവിടെ കിടക്കും. നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് വരാനുള്ള അതിൽ കൂടുതൽ സമയമുണ്ട് പോരെ. ഇവിടെ നിന്ന് വേണേൽ ചെങ്കോട്ടയ്ക്ക് പോകാം, അത്രയും സമയമുണ്ട്. എന്നാലും ആരാണ് എൻ്റെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയത്, ഇത്ര സമയമൊക്കെ കൊടുത്തേക്കുന്നത് കഴിക്കാൻ. അതായത് കൊല്ലത്ത് വന്നിട്ട് ലേറ്റ് ആയിട്ട് വിടുവാണെങ്കിൽ ഇവിടെ വന്ന് ടൈം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇത്ര ടൈം കൊടുത്തേക്കണം, മനസ്സിലായ. എന്തായാലും കൊള്ളാം കേട്ടോ. നമ്മുടെ ബാങ്കർ ലോക്കോസാണ് കിടക്കുന്നത്. പിന്നെ ലോക്കോ എടുത്തിട്ട് കുറച്ച് നേരം കൊണ്ട് ഇടും, ഇപ്പോഴേന്ന് കൊണ്ടിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാങ്കറൊക്കെ ഇപ്പോഴും ഡീസൽ തന്നെയാണ്. റീഡിങ് ആണ് ഇലക്ട്രിക് ലോക്കോ കേട്ടോ. സമയം ഇപ്പോൾ 7 മണിയായിട്ട് 7 മണി. 9:30 വണ്ടി ഇവിടെ നടക്കത്തുള്ളൂ, അത്രയും സമയം. എന്തോ ഇത് ഞാൻ ആദ്യമായിട്ടാണ്
ഇന്ത്യൻ റെയിൽവേയിൽ ഇങ്ങനത്തെ ഒരു ഇത്രയും ഫ്ലാറ്റ് ടൈം കൊടുത്തിട്ടുള്ള ഒരു വണ്ടി കാണുന്നത് കേട്ടോ. സത്യം പറയാമല്ലോ, ഇങ്ങനെ ഒരു വണ്ടി ഞാൻ കണ്ടേ ഇല്ല. ഇതെന്തോ ഇത് ദൈവമേ സമ്മതിക്കണം കേട്ടോ. ഈ വണ്ടിക്കകത്ത് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടേ വലിയ സീനില്ല. അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ ബോറടിച്ച് തുടങ്ങിയാലേ. അത് തേർഡ് ഏസിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയിട്ട് വന്ന് പുറത്തിടലും പോയി ഒന്ന് കഴിച്ചിട്ട് വരാം. എന്തായാലും കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് അനുഭവിക്കുന്നത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഒരു സ്റ്റേഷനിൽ നേരത്തെ വന്ന് 2-2.5 മണിക്കൂറൊക്കെ കിടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെ. നമ്മൾ ഈ ചെങ്കോട്ട റൂട്ടിൽ വന്നിട്ട് ഇപ്പം ഏകദേശം 1 കൊല്ലത്തിൽ മുകളിലായതുകൊണ്ട് കുറേ നാളെ വന്നിട്ട് ഇലക്ട്രിക് ലോക്കോ ഇതിനെ കൂടെ ഓടാൻ തുടങ്ങിയ പിന്നെ അധികം തവണ ഒന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. ഇതിനി എവിടെ ഊരുമോ എന്തോന്ന് അറിയത്തില്ല, നോക്കാം. അതിനകത്ത് ലോക്കോ പൈലറ്റ്സിനൊന്നും കാണുന്നില്ല കേട്ടോ. അവരെ ഇനി ഫുഡ് കഴിക്കാൻ പോയോ എന്തോ ആരും കാണുന്നില്ല. അടച്ചിട്ടേക്കോ ഫുള്ള് കേട്ടോ. ലോക്കൊക്കെ ഓണാണ്, പക്ഷേ LP-മാരെ ഒന്നും കാണുന്നില്ല. എന്നിട്ട് ഞാനിവിടെ പ്ലാറ്റ്ഫോം 1 ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ചായയോ ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. ഈ ഗാർഡ് സെക്ഷനിൽ ബാങ്കറായിട്ട് പോകുന്ന ലോക്കോസ് ഒക്കെയാണ് കിടക്കുന്നത് കേട്ടോ. എല്ലാം ഗോൾഡൻ റോക്കിൻ്റെ WDP 4D ലോക്കോസ് ആണ്. അപ്പം അതിങ്ങനെ ഇവിടെ 2 ഇട്ടിട്ടുണ്ട്, പുറകിൽ 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റേഷന് മുന്നിൽ തന്നെ ഒരു ചായക്കട കാണാം. അപ്പം ഇവിടെ ചായ കിട്ടും, കഴിക്കാൻ എന്തെങ്കിലും കിട്ടും നോക്കട്ടെ. കഴിക്കാൻ ഇടിയപ്പം ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പോൾ ഇടിയപ്പം കഴിക്കാൻ എന്തായാലും കൊള്ളാം കേട്ടോ. ഇടിയപ്പം, പൊറോട്ട, അപ്പം എല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ കണ്ട് ഭക്ഷണം പറഞ്ഞു രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും. ആഹാ, ചായയും അന്തസ്സല്ലേ, അടിപൊളി. നല്ല ഇടിയപ്പവും നല്ല മുട്ടക്കറിയായിരുന്നു, സൂപ്പറായിരുന്നു. തനി നാടൻ സ്റ്റൈല് കേട്ടോ. ഇനിയുണ്ട്. ഇനി സമയം എത്രയായി ഇപ്പോൾ? അയ്യോ, ഇനിയുണ്ട് 2 മണിക്കൂർ വരെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടിക്കകത്ത് ക്രൂ ഒന്നുമില്ല. അവരെ എവിടെ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ക്രൂ ഇല്ലാത്തപ്പോൾ ഈ ലോക്കോ ഓണാണല്ലോ. അപ്പോൾ ഈ ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വണ്ടിക്കൊക്കെ അട വയ്ക്കത്തില്ല. അതേപോലെ ട്രെയിൻ അട വെച്ചേക്കുന്നതാണോ? അതൊക്കെ താഴെ കണ്ടോ, മറ്റേ തടിയുടെ ഒരു സാധനം വെച്ചിട്ട് മുന്നിലത്തെ ടയറിന് പുറകിലൊരെണ്ണമുണ്ട്, മറ്റേ 2 സൈഡിലും ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. അതേപോലെ അട കേട്ടോ. എനിക്ക് വണ്ടി ഉരുണ്ട് പോകാൻ പാടില്ലല്ലോ. അങ്ങനെ ഉരുണ്ട് പോകത്തൊന്നുമില്ല. എന്നാലും ഇതിങ്ങനെ വെച്ചിട്ട് പോകണം എന്നാണ് അവരുടെ റൂള് കേട്ടോ. അങ്ങനെ എന്തോ ഉണ്ട്. അത് വെക്കാതെ പോയാൽ എന്തോ അവർക്ക് എന്തോ പണി കിട്ടും. എനിക്ക് ഇവിടുത്തെ തെന്മല പോയിട്ട് വരാനുള്ള സമയമുണ്ട്, കോഴഞ്ചേരി പോകാനുള്ള സമയമുണ്ട്, പോയിട്ട് വരാനുള്ള സമയമുണ്ട്. അങ്ങനെ 2-2.5 മണിക്കൂർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 1 മണിക്കൂർ മതി കോഴഞ്ചേരി പോകാൻ വേണ്ടിയിട്ട്. എന്തുവാ അല്ലേ. നമ്മുടെ സ്പെഷ്യലി ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ഈ WP7 ഇന്നലെ ചെങ്കോട്ടയിൽ നിന്ന് പിടിപ്പിച്ചാണ്. ആ ലോക്കോ ഇന്നലെ മധുരൈ ചെങ്കോട്ട പാസഞ്ചറിനോടെ ചെങ്കോട്ട വന്നതാണ്. ഇന്നലെ ആ ഒരു ഗ്രൂപ്പിൽ കണ്ടാണത്. അപ്പോൾ ആ ലോക്കോ ആണ് ഈ വണ്ടിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ചെങ്കോട്ടയിൽ ഊരുമായിരിക്കും. മധുര ഊരിയൊന്നുമില്ല, ചെങ്കോട്ട ഊരും. എന്തായാലും ചെങ്കോട്ട ഊരിയിട്ട് ഇതിനോട് ഇന്നലെ വന്ന ലോക്കോ ആയിരിക്കും തിരിച്ചു കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ഇവിടെ നടത്തുകയായിരുന്നു. ഇവിടെ നിന്ന് പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി ഇവിടെ എന്നിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പോൾ സമയം 8 മണിയായി. എങ്ങനെയൊക്കെയോ തള്ളി നീക്കി 1 മണിക്കൂർ കൊണ്ടുപോയി. ഇനി ഒരു 1.5 മണിക്കൂർ കൂടെ ഉണ്ട് കേട്ടോ. ഈ സ്പെഷ്യൽ ട്രെയിനിൻ്റെ റേക്ക് ഇവർ എടുക്കുന്നത് ഈ ഉപയോഗിക്കാതെ കിടക്കുന്ന കോച്ചുകളൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി. അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ ഓടി മാറ്റി അതിന് റേക്ക്, വെറുതെ കിടക്കുന്ന റേക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവരെടുത്ത് ഈ സ്പെഷ്യലായിട്ട് ഓടിക്കുന്നത്. അതുകൊണ്ട് ചില കോച്ചുകളൊക്കെ നല്ല പുത്തനുമായിരിക്കും, ചിലതൊക്കെ മെയിൻറ്റൈൻഡ് അല്ലാത്തതുമായിരിക്കും. വേറെ വല്ല വണ്ടിക്ക് അലോട്ട് ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് ഓടുന്ന റേക്കും ഉണ്ട്. അതാണ് ഈ ചില വണ്ടികളൊക്കെ നല്ല പുത്തനായിട്ട് തോന്നുന്നത് കേട്ടോ. ചിലതൊക്കെ ഭയങ്കര മോശം കോച്ചുമായിരിക്കും, ഒട്ടും മെയിൻറ്റൈൻഡ് അല്ലാത്ത കോച്ചുകളും ആയിരിക്കും. ഈ സ്പെഷ്യൽ ട്രെയിനാണ് ആകെ 2 ജനറൽ മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക് കേട്ടോ. അതുള്ളത് ഇവിടെ നിന്ന് നാന്ദേത് പോകുമ്പോൾ പുറകിലും, നാന്ദേന്ന് കൊല്ലം വരുമ്പോഴേക്കും മുന്നിലുമാണ് ഇതിൻ്റെ ജനറൽ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറകിലാണ് 2 ജനറൽ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ സ്ലീപ്പറാണ്. ഈ പോകുന്ന മെമു ഉണ്ടോ, ഇത് പുനലൂർ നിന്ന് കൊല്ലം പോകുന്ന മെമു ആണ്. ഇത് കുറച്ച് മുമ്പ് ഒരു 7:30 ആയപ്പോൾ വന്നതാണ്. 6:30 കൊല്ലത്ത് നിർത്ത വണ്ടിയാണ്. അതിവിടെ വന്നിട്ട് ഇത് തിരിച്ച് ഇപ്പോൾ പോവുകയാണ്. 8 മണിയായി, ഇപ്പോൾ സമയം 8:10. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ മതി കൊല്ലെത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടിയുടെ ബാങ്കർ ലോക്ക് ഞാൻ കരുതി ഇവിടെ ഈ കിടക്കുന്ന 2 ഒരെണ്ണമായിരിക്കുന്നത്. പക്ഷെ അല്ല, അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ലോക്കോ വരുന്നുണ്ട്, ശബ്ദം കേൾക്കാം. അപ്പോൾ എനിക്ക് ആ നടുക്കിട്ടയിൽ ലോക്കോ ആയിരിക്കും കയറി വരുന്നത് കേട്ടോ. നമ്മുടെ ബാങ്കർ ലോക്കോ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ റോക്ക് ഷെഡിന്റെ ഒരു WDP 4D ലോക്കോ ആണ്. 40115 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ കേട്ടോ. ഈ ട്രെയിന് ഗാർഡ് സെക്ഷനിൽ കൂടെ പോകുമ്പോൾ പുറകിൽ നിന്ന് തള്ളാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോക്കോയുടെ പേരാണ് ബാങ്കർ എന്ന് പറയുന്നത്. ഇതിന്റെ ജോലി മെയിനായിട്ട് പുറകിൽ നിന്ന് തള്ളുക എന്നാണ് കേട്ടോ.
അപ്പോൾ ഈ ലോക്കോയ്ക്കകത്ത് ഒരു ക്രൂ കാണും, നമ്മുടെ ലീഡിങ് ലോക്കോയിലൊരു ക്രൂ കാണും. അപ്പോൾ ഈ ലോക്കോ ചെങ്കോട്ട വരെ ഉള്ളൂ. ചെങ്കോട്ടയിൽ നിന്ന് ഈ ലോക്കോ ഊരിയിട്ട് മുന്നിലത്തെ ലോക്കോ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ പുനലൂരിൽ ഇന്ന് കറക്റ്റ് ടൈമിലാണ് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഭഗവതിപുരം വരെ 30 kmph ആണ് ഈ നമ്മുടെ സ്പെഷ്യൽ സ്പീഡ് കേട്ടോ. എല്ലാ വണ്ടിയുടെ സ്പീഡ് അത് തന്നെയാണ്. 30ന് മുകളിൽ ഈ വണ്ടി പോകത്തില്ല കേട്ടോ. മഴയില്ലാത്ത സമയമല്ല, അതുകൊണ്ട് മഴയില്ലാത്തതുകൊണ്ട് ഈ ഗാർഡ് സെക്ഷൻ വലിയ ഭംഗിയൊന്നും കാണത്തില്ല കേട്ടോ. ഫുള്ള് ഉണങ്ങി കിടക്കുമായിരിക്കും. പണ്ട് ഒരുപാട് തവണ പോയിട്ടുള്ളൊരു റൂട്ടും കൂടാണ് ഈ ഒരു കൊല്ലം ചെങ്കോട്ട റൂട്ടെന്ന് പറയുന്നത്. സ്ഥിരം പോവായിരുന്നു പണ്ട്. മറ്റേ കൊല്ലം ചെങ്കോട്ട പാസഞ്ചറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അടിപൊളിയായിരുന്നു. മറ്റേ ആൽക്കോ ലോക്കോ ഒക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ ഡീസൽ ലോക്കോ. അതിൻ്റെ പുറകിൽ ഇഷ്ടംപോലെ അവിടെ പോയിട്ടുണ്ട്. ട്രെയിൻ സ്പോട്ടിങ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ അവിടെ. 13 കണ്ണറപ്പാലത്തിനോടൊക്കെ പോയിട്ട് അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ പാസഞ്ചറൊന്നുമില്ല. ഇപ്പോൾ ആകെ മറ്റേ ഗുരുവായൂർ മധുരൈ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്പെഷ്യലും കൊല്ലം മെയിലും അതൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനലിൽ തന്നെ ഈ റൂട്ടിലെ കുറേ വീഡിയോ കിടപ്പുണ്ട്. പണ്ട് പോയിട്ടുള്ളത്, പിന്നെ അത് കഴിഞ്ഞ് പോയിട്ടുള്ളതൊക്കെ. കേരള ഓൺ റീൽസ് സീരീസ് ചെയ്തപ്പോഴും എല്ലാം ഈ റൂട്ടിൽ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഗാർഡ് സെക്ഷൻ വഴി വരുവാണെങ്കിൽ നിങ്ങൾ മൺസൂണിൽ വേണം വരാൻ. അല്ലാത്ത സമയത്ത് വരരുത്. കണ്ടോ, ഒട്ടും ഒരു ഭംഗിയില്ല കാണാൻ പറ്റി. സാധാരണ ഒരു റൂട്ടിൽ കൂടെ പോകുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാത്ത സമയത്ത് വരരുത്, മൺസൂൺ സമയത്താണ് വരാൻ. ഈ പുനലൂർ ഭാഗത്തൊക്കെ നല്ല ചൂടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ. ജീവിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ചൂടുള്ള സമയത്താണ് ഇവിടെ ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാകുന്നത്. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ പലതവണ വന്നിട്ടുള്ള അനുഭവിച്ചാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ വെന്തു പൊള്ളും. അതുകൊണ്ട് ആ സമയത്ത് വരരുത്. ഈ റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുവാണെങ്കിൽ മൺസൂണിലാണ് വരാൻ. നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ മല ഇങ്ങനെ ചുറ്റി അതിൻ്റെ സൈഡിൽ കൂടെ അതിങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് ട്രാക്കുണ്ട്. ട്രാക്കാണ് കാണുന്നത്. ആ പാലം പോലെ കണ്ടില്ലേ, നമ്മളതിൽ കൂടെ ഒക്കെയാണ് പോകാൻ പോകുന്നത്.
നാന്തേരി സ്പെഷ്യലിലെ അടുത്ത സ്റ്റോപ്പായ തെന്മല നമ്മൾ എത്തിയിട്ട്. തെന്മല ഇവിടെ സ്റ്റോപ്പുണ്ട്. നമ്മളിവിടെ എത്തുന്നത് 10 മിനിറ്റ് നേരത്തെയാണ്. 10:25 ഇവിടെ എത്തേണ്ടത്. 10:30 പുറപ്പെടും. നമ്മൾ 10:15 എത്തി. അപ്പോൾ ഇവിടെ കിടക്കും ഒരു 15 മിനിറ്റ്. ഈ സ്പെഷ്യൽ ട്രെയിനിന് കൊല്ലത്തുനിന്ന് ആൾക്കാർ കയറിയ പിന്നെ അതിനുശേഷം അതിനിടയ്ക്ക് ആരും കയറിയിട്ടില്ല. പുനലൂർന്ന് പോലും ആരും കയറിയിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജനറലിൽ കയറിയിട്ടുള്ളൂ. അതും വളരെ കുറച്ചേ ഉള്ളൂ. മലയാളികൾ നന്നേ കുറവാണ്. മലയാളി ഇല്ലയെന്നാണ് പറയാൻ കാര്യം. എല്ലാവരും ഈ ആന്ധ്ര തമിഴ്നാട് പോകുന്ന അയ്യപ്പന്മാരാണ്. ശബരിമല സ്പെഷ്യലാണല്ലോ, അപ്പം മലയാളികൾ വളരെ കുറവാണ് കയറുന്നത്. ഇതിന് കൂടുതൽ ആൾക്കാർ കയറുന്നത് ഞാൻ പറഞ്ഞില്ലേ, മധുരയിൽ നിന്നാണ് കയറുന്നത്. മധുരയിൽ നിന്നും തെങ്കാശിയിലും കുറച്ച് പേര് കയറും. മധുരയിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത് ഈ വണ്ടിക്ക്. എനിക്ക് ഈ വണ്ടിക്ക് എത്ര രൂപയെന്നറിയോ? കൊല്ലത്തുനിന്ന് നാന്ദേത് വരെ പോകാൻ വേണ്ടി 1782 കിലോമീറ്റർ ഉണ്ട്. 3200 രൂപയാണ് അറിയോ ഇവിടുന്ന് സെക്കൻഡ് എ സിക്ക് നാന്ദേത് വരെ. പോരെ ഭയങ്കര കത്തി റേറ്റാണ് കേട്ടോ. സ്പെഷ്യലല്ലേ, ഇവർ ഭയങ്കര പൈസ മേടിക്കും സ്പെഷ്യലിന്. അത് ഭയങ്കര റേറ്റാണ്. ആ പൈസ കൊണ്ട് ഡൽഹിക്ക് അറിയോ. പിന്നെ ഈ ഒരു സ്പെഷ്യൽ ട്രെയിൻ, ശബരിമല സ്പെഷ്യൽ ട്രെയിൻ എപ്പോഴും ചെയ്യുന്നതായതുകൊണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറുന്ന. കറക്റ്റ് ടൈം 10:30 തന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ടൈം അങ്ങ് മിക്കവാറും മാക്സിമം പോയ കാട്ട്പാടി വരെ ഏകദേശം പോകും. മധുരയൊക്കെ കഴിയുമ്പോഴേ എന്നാലും ലേറ്റായി തുടങ്ങും. പിന്നെ ഇനി അങ്ങോട്ട് ലേറ്റ് ആവും. ഇവരുടെ ഈ സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിൽ കയറുമ്പോൾ നല്ലപോലെ തേച്ച് വിടും വണ്ടിയുടെ. നോക്കിയോ, ഇനി നമ്മുടെ ഈ റൂട്ടിലെ മെയിൻ ഐക്കോണിക് ആയിട്ടുള്ള 13 കണ്ണറപ്പാലം ഇപ്പോൾ വരും, കാണിച്ചു തരാം. കേരളം വിട്ട് തമിഴ്നാട്ടിൽ കയറാൻ പോകണം. നമ്മൾ നാരങ്ങാവ് സ്റ്റേഷൻ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറും. നമ്മുടെ നാന്തേരി സ്പെഷ്യൽ അങ്ങനെ ഗാർഡ്സ് ഒക്കെ ഇറങ്ങിയതാണ്ട് ഇവിടെ ഭഗവതിപുരം എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭഗവതിപുരം സ്റ്റേഷന് മുമ്പ് ഒന്ന് ചവിട്ടും, ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചവിട്ടും. അത് കഴിഞ്ഞ് ഉടനെ എടുത്ത് നേരെ ചെങ്കോട്ടേക്ക് പോകും. ശരിക്കും ഈ വണ്ടി ഇത്ര സ്ലാക്ക് ടൈം ഒന്നും കൊടുത്തില്ലായിരുന്നെങ്കിൽ നാളെ വൈകിട്ടത്തേക്ക് അല്ലെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞത്തേക്ക് ഇത് നാന്തേരി സുഖമായിട്ട് എത്തിക്കാം. പക്ഷേ ഇവർ അത്രയും സ്ലാക്ക് ടൈം കൊടുക്കാതിരിക്കത്തില്ല. കാരണം സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് കണ്ട വണ്ടികളെല്ലാം ഇതിനെ പിടിച്ച് അലക്കി വിടും. നമ്മൾ മധുര കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും കുറേ വണ്ടികൾ നമുക്ക് ആയിട്ട് പണിയാറാറുണ്ട്. വന്ദേ ഭാരത്, പിന്നെ പുറകെ വരുന്ന ട്രിച്ചി, ഇൻ്റർസിറ്റി, അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. എന്താവോ എന്തുവാ. എന്തോരം മരങ്ങളുണ്ടായിരുന്ന സ്റ്റേഷനാണ് നോക്കി വെട്ടി നശിപ്പിച്ചൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ, ഇലക്ട്രിഫിക്കേഷൻ വന്നപ്പോൾ നമുക്ക് ഭംഗിയെല്ലാം പോയി. തമിഴ്നാട്ടിലെ തെങ്കാശി എന്ന സ്ഥലമില്ലേ, തെങ്കാശിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് ഈ ചെങ്കോട്ട. അപ്പോൾ ഈ ചെങ്കോട്ടയ്ക്കൊക്കെ ചെന്നൈയിൽ നിന്ന് 2-3 വണ്ടി ഇഷ്ടംപോലെ ഉണ്ട്. ഇവരുടെ ഫെസ്റ്റിവൽ സമയത്ത് ഇഷ്ടംപോലെ സ്പെഷ്യൽ ഇടും. ചെങ്കോട്ട വരെയുള്ള വണ്ടി. ചെങ്കോട്ടയ്ക്ക് മുമ്പാണ് തെങ്കാശി ആയിട്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് പോലും വേണ്ട തെങ്കാശി എത്താൻ വേണ്ടി. നമ്മളങ്ങനെ ചെങ്കോട്ടയിൽ എത്തിയിരിക്കുകയാണ്. മലയാളികൾ ചെങ്കോട്ട എന്ന് പറയും.
അപ്പോൾ ഇവിടെ നിന്ന് ആ ലോക്കോ മാറുമോ നമുക്കറിയില്ല, എന്തായാലും നോക്കാം. ലോക്കോ മാറുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. നോക്കാം എന്തായാലും. ലോക്കോ മാറുവാണെങ്കിൽ മിക്കവാറും G9 ലോക്കോ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. ലോക്കോ ചേഞ്ച് ഉണ്ട് കേട്ടോ, അവിടെ ലോക്കോ അയക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും G9 ലോക്കോ എന്തിലായിരിക്കും ഇവിടുന്ന് കയറ്റുന്നത്. അപ്പം നാദേര് സ്പെഷ്യലിനെ ഇവിടം വരെ എത്തിച്ച റോയബരൻ WPC എന്താണ്ട് ഓരുവാണ്. ഇനി നമുക്ക് ശക്തി G9 ആയിരിക്കും. ഏത് ലോക്കോ വരുന്നത് നോക്കാം. G9 ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഗുഡ്സ് ലോക്കോ ആയിരിക്കുന്നതുകൊണ്ട് വത്സാദ് ഷെഡിന്റെ ഒരു WAG9 ആണ് നമ്മുടെ സാരഥി കേട്ടോ. ഇവിടെ നോക്കിയേ, എനിക്കറിയാം ഇതിന്റെ ഗുഡ്സ് ലോക്കോ വരത്തുള്ളത്, കാരണം സ്പെഷ്യൽ ട്രെയിൻ അല്ല, ഇത് എപ്പോഴും ഗുഡ്സ് ലോക്കോ ആയിരിക്കും സ്പെഷ്യൽ ട്രെയിനൊക്കെ. WAG9 HC എന്നൊരു മോഡലാണ്, വത്സാദിന്റെ ലോക്കോ ആണ് കേട്ടോ. നോക്കിയേ, അതിന്റെ പാൻറ്റഗ്രാഫ് ഒക്കെ ഉണ്ടോ, മറ്റേ ഹൈ റേഞ്ച് പാൻറ്റഗ്രാഫ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രഷ് ലോക്കോ കേട്ടോ, വലിയ അഴുക്കോ ചെളി അങ്ങനൊന്നും ഇല്ല കേട്ടാ. ഇവിടുന്ന് വേറെ ക്രൂ ആണ് കയറുന്നത്. അപ്പോൾ ഇവർ മിക്കവാറും മധുരൈ വരെ കാണും. അപ്പോൾ WAG9 ലോക്കോയുടെ കരുത്തിലാണ് നമ്മളിനി നാന്തിയത് വരെ പോകുന്നത്. സമയം ഇപ്പോൾ 12 മണിയാവുന്നത്. വണ്ടി ഇതിനായിട്ട് എടുത്തിട്ടില്ല, ലോക്കോ ഒക്കെ പിടിപ്പിച്ച് ക്രൂ ഒക്കെ കയറി റെഡിയാവണ്ടേ. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഈ സ്ലീപ്പറൊക്കെ കൊല്ലമായപ്പോഴേ അത്യാവശ്യം ഫുള്ളാണ് കേട്ടോ. എനിക്ക് സ്ലീപ്പറിന് ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ സ്ലീപ്പറൊക്കെ നോക്കിയത്, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. കൊല്ലമായപ്പോഴേ എല്ലാവരും കയറി വണ്ടി ഫുള്ളായിട്ടുണ്ട് സ്ലീപ്പർ. പക്ഷേ AC മധുരയൊക്കെ ആകുമ്പോഴേ ആൾക്കാർ കയറത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ സ്പെഷ്യൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ലേറ്റ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്ത് വേണം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം എപ്പോൾ എവിടെയാണ് കൊണ്ട് പിടിച്ചിടുന്നത് പറയാൻ പറ്റത്തില്ല. നല്ല ടൈം ലേ ഓവറൊക്കെ ഇട്ടിട്ട് വേണം ഈ ഒരു സ്പെഷ്യൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ. നമ്മുടെ ഏത് സ്പെഷ്യലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം എപ്പോൾ ഏത് വണ്ടി പോകാൻ വേണ്ടി പിടിച്ചിടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് വേണം യാത്ര ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ചെങ്കോട്ടയിൽ നിന്ന് ഇഷ്ടം പോലെ ഈ ട്രെയിനുണ്ട് ഈ ചെന്നൈക്കൊക്കെ. അപ്പോൾ ഇത് താമ്പരം പോകുന്നൊരു വണ്ടിയാണ്. ചെങ്കോട്ടയിൽ നിന്ന് താമ്പരം പോകുന്ന സിലമ്പ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അരമണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മളങ്ങനെ 12:10 ആയപ്പോഴേക്കും ചെങ്കോട്ടയിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി ചെങ്കോട്ടയിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിന് തെങ്കാശിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ തെങ്കാശി വിരുദ്ധനഗർ സ്ട്രെച്ചിൽ കുറേ സ്റ്റോപ്പ് ഉണ്ട് ഇതിന്. ചെന്നൈ പോകുന്ന വണ്ടിയുടെ നോക്കുവാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ തെങ്കാശി ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് വിരുദ്ധനഗർ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ കയറാറുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വിരുദ്ധനഗർ വരെ ഫുള്ള് സിംഗിൾ ലൈനാണ് കേട്ടോ. നമുക്കൊരു ക്രോസിങ് കിട്ടും, മധുരൈ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ ഒരു ക്രോസിങ് കിട്ടും. ഫുള്ള് സിംഗിൾ ലൈനാണ്. G9 ആയതുകൊണ്ട് 90-ലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുകളിൽ പോകത്തില്ല ഈ സാധനം. നമ്മളങ്ങനെ ശങ്കരൻ കോവിൽ എന്നൊരു സ്ഥലം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിലിനി മധുരൈ എത്തുന്നവരെ ഭക്ഷണമൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ മധുരയിൽ നിന്ന് സൊമാറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടുമായിരിക്കും. അല്ല പിന്നെ മധുരയ്ക്ക് മുമ്പുള്ള വിരുദ്ധനഗറാണ്, അവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. മധുരയിൽ എന്തായാലും കിട്ടും. രാജപാളയം എന്നൊരു സ്റ്റേഷനിൽ കണ്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് നമ്മൾ വരാൻ വേണ്ടി അവിടെ ക്രോസിങ്ങിന് പിടിച്ചിട്ടായിരുന്നു കേട്ടോ. രണ്ട് ട്രെയിനും ഒരുമിച്ച് വിട്ടു കേട്ടോ. ഈ വണ്ടിക്ക് റിസർവേഷൻ ആയിട്ട് ആകെ 2 സ്ലീപ്പറാണുള്ളത്. 2 സ്ലീപ്പറും പിന്നെ ഒരു 3rd AC ഉണ്ട്. ബാക്കിയെല്ലാം ജനറലാണ്. രാവിലെ 5:40 വിട്ട് ഓർക്കണേ. നമ്മളിപ്പോൾ 2 മണിയായി. നമ്മൾ ഇത്രയും നേരമായിട്ട് ആകെ 200 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തിട്ടുള്ള പോലെ. ശിവകാശി എത്തി നമ്മൾ കേട്ടോ. നമ്മൾ ശിവകാശി സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി
ഒരു 15 മിനിറ്റ് ഡിലേ ഉള്ളൂ. ഇത്രയും നേരമായിട്ട് ആകെ 200 കിലോമീറ്ററാണ് യാത്ര ചെയ്തിട്ടുള്ളത്. പക്ഷെ വണ്ടി ഓൺ ടൈം പോവാണ്. നമ്മുടെ അവിടെ പടക്കവും ഐറ്റംസും ഒക്കെ വരുന്ന എല്ലാം ഈ ശിവകാശിന്നാണ് കേട്ടോ. ദീപാവലിയൊക്കെ ആയപ്പോൾ പടക്കം വരത്തില്ലേ, എല്ലാം ഈ ശിവകാശിന്നാണ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷന് വിരുദ്നഗർ ജംഗ്ഷനാണ്. വിരുദ്നഗർ കയറുമ്പോഴേക്കും നമ്മൾ ആ ഒരു മെയിൻ ലൈനിൽ കയറും കേട്ടോ. ഇതൊക്കെ ബ്രാഞ്ച് ലൈൻ അല്ലേ, സിംഗിൾ ലൈൻ അല്ലേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾ ലൈനാണ്. നമ്മൾ വിരുദ്നഗർ ജംഗ്ഷനിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. നേരത്തെയാണ് വണ്ടി. അപ്പോൾ ഇതാണ് തിരുനെൽവേലിക്ക് പോകുന്ന ലൈൻ. മധുരയിൽ തിരുനെൽവേലിക്ക് പോകുന്ന ആ ഒരു മെയിൻ ലൈനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മളന്ന് വേളാങ്കണ്ണി എക്സ്പ്രസിന് ജനറലിന് കയറി വിരുദ്നഗർ വന്ന ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അന്ന് ഞാൻ വിരുദ്നഗർ വന്നതാണ്. അതേ പിന്നെ ഇപ്പോഴാണ് ഈ ഭാഗത്ത് വരുന്നത്. എൻ്റെ കോച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറേലിയിലാണ്. ട്രെയിൻ വളരെ പയ്യാണ് കേട്ടോ സ്റ്റേഷനിൽ കയറുന്നത്. ഇനി എത്ര സ്റ്റേഷനും കൂടെ ഇതേപോലെ നേരത്തെ എത്തുമെന്ന് നമുക്കൊന്ന് കണ്ടറിയണം കേട്ടോ. എന്തായാലും തമിഴ്നാട്ടിൽ അത്യാവശ്യം വലിയ ഡിലേ ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം രക്ഷിക്കട്ടെ. എൻ്റെ കോച്ച് നേരത്തെ SWRൻ്റെ കോച്ചായിരുന്നു കേട്ടോ. അത് പിന്നെ സൗത്ത് സെൻട്രലിലേക്ക് ട്രാൻസ്ഫർ ആയതാണ് കേട്ടോ. അതാണ് SWR ആദ്യം എഴുതിയിരിക്കുന്നത്. അതാ ഒരു മറച്ച് കളഞ്ഞേക്കുന്നത്. വിരുദ്നഗറിന് റൈറ്റ് എടുത്താൽ നമുക്ക് മാനാമദ്രി വഴി നമുക്ക് വേണ്ടി രാമേശ്വരമൊക്കെ പോവാം. പിന്നെ അവിടെ നിന്ന് വേണം അങ്ങനെ ട്രിച്ചി പോവാം. അങ്ങനെ കുറേ ലൈനുണ്ട് ഇവിടെ നിന്ന് കേട്ടോ. നമ്മുടെ ആ ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ഒക്കെ ഇതേപോലെ ഇടയ്ക്ക് ഇതേപോലെ ആ വഴി ഡൈവേർട്ടാക്കി വിടുന്നതാണ്. നമ്മളന്ന് പോയപ്പോഴും ആ വഴിയാണ് പോയത്. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സും ഇവിടുന്ന് റൈറ്റ് എടുത്താണ് പോകുന്നത് കേട്ടോ. എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ചിലപ്പോൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതാണ്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റ് എടുത്തിട്ടാണ് മറ്റേ മാനാമദ്രി ഭാഗത്തേക്ക് പോകുന്നത്. നമ്മൾ മധുരയിൽ നേരത്തെ എത്തുമ്പോഴാണ് 3:40 ഇവിടുത്തെ സമയം. ഇപ്പം 3:15 ആവുന്നേ ഉള്ളൂ. ഔട്ടറായി. നമ്മുടെ അമൃത എക്സ്പ്രസ് ഒക്കെ രാമേശ്വരത്ത് നിന്ന് വരുന്ന ലൈനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൈൻ ഇത് മാനാമദ്രയിൽ നിന്ന് വരുന്ന ലൈനാണ്. രാമേശ്വരത്ത് നിന്ന് മാനാമദ്രി വഴി ഇങ്ങോട്ട് വരുന്ന ലൈൻ. നമ്മുടെ നാന്ദേഡ് സ്പെഷ്യൽ അങ്ങനെ മധുരൈ ജംഗ്ഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് കയറുക കേട്ടോ. 13 മിനിറ്റ് നേരത്തെയാണ് അന്ന് കയറുന്നത്. 3:27 അതിന് 3:50 ഇത് ഇവിടെ എടുക്കത്തുള്ളൂ. ഇവിടെ പ്ലാറ്റ്ഫോം 1 കിടക്കുന്നത് മധുരയിൽ ഇപ്പം 3:30 പുറപ്പെടുന്ന ചെന്നൈ എഗ്മോർ തേജസ് എക്സ്പ്രസ് ആണ് അവിടെ. ഇതുണ്ടോ, അടിപൊളിയല്ലേ. തേജസ് ഞാൻ ഇതിലായിട്ട് ഈ വണ്ടി കയറിയിട്ടില്ല. തേജസ്സിൽ ഈ മധുരൈ വണ്ടിയിൽ വേറെ തേജസ്സിൽ കയറിയിട്ടുണ്ട്. പക്ഷെ മധുരയിൽ നിന്ന് ചെന്നൈ പോകുന്ന വണ്ടി കയറിയിട്ടില്ല. മധുരയായപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ളായി. വണ്ടി ഇത് ഫുള്ളാണ്. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ളാണ്. ഒറ്റ സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. എൻഡ് ടു എൻഡ് മധുര വരെയുള്ളതായിരുന്നു വേക്കൻ്റ്. അവിടെ നിന്ന് ഫുള്ളാണ്. ഫുൾ ആൾക്കാർ കയറി. ഞാനിപ്പം ബിരിയാണി മേടിച്ചായിരുന്നു. ഇപ്പോൾ സമയം 4 മണി ആകുന്നേ ഉള്ളൂ. സേലം RR ബിരിയാണി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ചിരുന്നു. അത്യാവശ്യം ഫേമസ് ആയ കടയാണെന്ന് തോന്നുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഓ ഗൈസ്, ഇത് പൊളിച്ച് കേട്ടോ. ഇത് നോക്കിയേ, വാഴയിലിൽ പൊതിഞ്ഞ നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ഞാൻ ആദ്യമായിട്ടാണ് വാഴയിലിൽ പൊതിഞ്ഞ തമിഴ്നാട് ബിരിയാണി ഇരിക്കുന്നത് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടോ. മുട്ടയൊക്കെ ഉള്ള നല്ല 3-4 ചിക്കൻ പീസുള്ള വലിയ ബിരിയാണി. എൻ്റെ മോനെ കിഡിലും ബിരിയാണി കേട്ടോ. സൂപ്പർ സാധനം. നല്ല രുചിയുണ്ട്. അടിപൊളി. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. RR ബിരിയാണി. ഓ, മധുരയിൽ നിന്ന് ഓൺ ടൈം എടുത്ത് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ കറക്റ്റ് 3:50 വിട്ട്. വിശന്നിരുന്നോണ്ടാണെന്ന് അറിയത്തില്ല. നല്ല രുചിയുണ്ടായിരുന്നു ബിരിയാണിക്ക്. സേലം RR ബിരിയാണി കേട്ടോ. നല്ല നൈസ് സാധനമായിരുന്നു കേട്ടോ. നമ്മുടെ ഈ വണ്ടിയിൽ ആകെയുള്ള സ്റ്റാഫ് എന്ന് പറയുന്ന ടെക്നീഷ്യനും പിന്നെ പെട്രോൾ അറ്റൻഡൻറ്റുമാണ്. ഇതിനകത്ത് ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് പറഞ്ഞ ആളെ ഇല്ല. അതായത് ബാത്റൂം വൃത്തിയാക്കാനുള്ള ആളില്ല. മനസ്സിലായോ? അതെന്ത് മോശം പരിപാടിയല്ലേ. ആരെങ്കിലും ഒരു ഓൺ ബോർഡ് ഹൗസ് കീപ്പിങ്ങിൽ 2 പേര് AC-യിലെങ്കിലും വെക്കണം. അതുപോലും ഇല്ല. പോരെ. ഇപ്പം അവിടെ പറയുന്ന കേട്ടാ സ്പെഷ്യൽ ട്രെയിനിൽ ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് ഇല്ലെന്ന്. പോരെ. ബാത്റൂമിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര മോശമാണ് കേട്ടോ. ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ. നമ്മളെ ഇപ്പോൾ ഡിണ്ടിക്കൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി ഓൺ ടൈമാണ്. ഇപ്പം സമയം 4:50 കേട്ടോ. മധുര കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റോപ്പാണ് ഡിണ്ടിക്കൽ കേട്ടോ. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്താണ് നമ്മൾ DVS-നടുത്ത് ട്രിച്ചിക്ക് പോകുന്നത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലാണ്. ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഈ ഡിണ്ടിക്കലിന് തിരുച്ചിറപ്പള്ളി എത്താൻ വേണ്ടി. നമ്മുടെ
കൊല്ലം നാന്ദേര് സ്പെഷ്യൽ അങ്ങനെ വീണ്ടും ഒരു 10-15 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചുകൊണ്ട് തിരുച്ചിറപ്പള്ളിയിൽ കയറാൻ പോവാണ്. നമ്മൾ ഇത്രയും നേരം വന്നത് മധുര ഡിവിഷൻ ആണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ട്രിച്ചി ഡിവിഷനാണേ. അങ്ങനെ 6 മിനിറ്റ് നേരത്തെ 6:14 ആയപ്പോഴേക്ക് നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ വന്ന് കയറി. ഭക്ഷണം ഞാൻ തിരുച്ചിറപ്പള്ളി തന്നെ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് മേടിച്ചു. ഒരു കൊത്തു പൊറോട്ട മേടിച്ചു. അല്ലെ പിന്നെ ഇനി വില്ലുപുരത്തെ കിട്ടത്തുള്ളൂ. അത് രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇതെത്താൻ ലേറ്റ് ആയപ്പോഴേ കിട്ടും. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ സേഫ് സൈഡിന് മേടിച്ചു. പിന്നെ ഇവിടെ നിന്ന് അല്ലാണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് മറ്റേ എന്തോ ടൊമാറ്റോ റൈസ് അങ്ങനത്തെ സാധനം കിട്ടും. പിന്നെ ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. വണ്ടിക്കകത്ത് എല്ലാവരും ഇറങ്ങുന്നത് കാച്ചിക്കൂടെയാണ്. എല്ലാവരും ഈ തെലുങ്കരായിട്ടുള്ള ആൾക്കാരാണ്. ഫുള്ള് എമണ്ടി സംഭവമാണ് കേട്ടോ, വെറുതല്ല. ഇവിടുത്തെ ആൾക്കാർ കുറവാണ്, എന്നാലും ഉണ്ട് കേട്ടോ. കൂടുതലും ആന്ധ്രയിലെ തെലുങ്കാന ആൾക്കാരാണ്. ഈ W89 ഗുഡ്സ് ലോക്കോ ആണെങ്കിലും വലിവ് കേട്ടോ. നോക്കിയേ, ജസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തേ ഉള്ളൂ. എന്ത് സ്പീഡാണെന്നുണ്ടോ വണ്ടിക്ക്. ഇത് WP7 അതേ സാധനമാണ്. ഈ തമിഴ്നാടിന് തന്നെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് വണ്ടികൾ ഒരെണ്ണമാണ് ഈ കിടക്കുന്നത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് രാത്രി 10:50 വിടുന്ന ചെന്നൈക്മോർ പോകുന്ന റോക്ക് ഫോർട്ട് സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ. നിങ്ങൾ മറ്റേ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ റീൽ ഉണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞില്ലേ റോക്ക് ഫോർട്ട്, ആ വണ്ടിയാണ് കേട്ടോ, റോക്ക് ഫോർട്ട് സൂപ്പർ ഫാസ്റ്റ്. സമയം രാത്രി 8 മണിയായി. നമ്മൾ കണ്ട് വൃദ്ധാചലം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് താമ്പരം കൊല്ലം എക്സ്പ്രസ്, അതായത് നമ്മുടെ കൊല്ലം മെയിലിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കുന്നതേക്കാം കേട്ടോ. നമ്മുടെ നാന്ദേഡ് സ്പെഷ്യലിനെ ഇപ്പം വില്ലുപുരം സ്റ്റേഷന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേഷനെ കൊണ്ട് പിടിച്ചിട്ടേക്കുവാണ്. നാഗർകോവിൽ നിന്നും ചെന്നൈക്മോർ വരെ പോകുന്ന വന്ദേ ഭാരത് ഓവർടേക്ക് അടിക്കാൻ വേണ്ടിയാണ് പിടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വന്നതിൽ ഫസ്റ്റ് തേപ്പാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നാഗർകോവിൽ ചെന്നൈ വന്ദേ ഭാരത് ഇപ്പം ഓവർടേക്ക് അടിച്ചു പോകും. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ കണ്ട് ഇവിടെ വില്ലുപുരം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടോ, ഏതോ വണ്ടിക്ക് വന്നതാണ്, ക്രോസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് തിരുവണ്ണാമല വഴിയാണ് നമ്മൾ ഇനി കാറ്റ്പാടി ഭാഗത്തേക്ക് പോകുന്നത്. അപ്പം തിരുവണ്ണാമലയിൽ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് നമ്മളിവിടുത്തെ ലെഫ്റ്റിലെ ഏറ്റവും ലെഫ്റ്റിലത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ സ്പെഷ്യൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ. അപ്പോൾ ഫുഡ് കിട്ടുന്ന ലാസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കിട്ടും, പിന്നെ സൊമാറ്റോയും സ്വിഗ്ഗിയും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കൊല്ലം ഹസൂർ സാഹിബ് നാന്ദേഡ് ശബരിമല സ്പെഷ്യലിൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ആയിരുന്നു. നമ്മൾ കൊല്ലത്തുനിന്ന് രാവിലെ 5:40 പുറപ്പെട്ടിട്ട് നമ്മൾ ഇപ്പോൾ വില്ലുപുരം ആയതേ ഉള്ളൂ. കുറേ നേരം പുനലൂർ വന്ന് കിടന്നു. അയ്യോ നല്ല രസമായിരുന്നു. ഇന്ന് നല്ല അടിപൊളി ഡേ ആയിരുന്നു. മതിയായി, ക്ഷീണിച്ചു, ഉറക്കം വരുന്നത്. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്ന അടുത്ത ദിവസം രാവിലെ മുതലാണ്. അടുത്ത ദിവസം രാവിലെ നമ്മൾ മിക്കവാറും തിരുപ്പതിയൊക്കെ കഴിഞ്ഞ് ആന്ധ്രയിൽ എവിടെയായിരിക്കും. രാത്രി എങ്ങനെയാണെന്ന് അറിയത്തില്ല, വിടുന്നതനുസരിച്ചിരിക്കും. നാളെ രാത്രി 9:30-10 മണിയാകുമ്പോൾ ഇത് നാന്ദേഡ് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല, സ്പെഷ്യൽ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത ദിവസം കാണാം ഇതിൻ്റെ ബാക്കി യാത്രയായിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് കാണാം. ബൈ.